എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിക്കേണ്ട വിഷയം ഷാഫി തന്നെ എനിക്കിട്ട് തന്നു. ഷാഫി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പട്ടാമ്പി MES കോളേജിലെ അധ്യാപകർ മാത്രമല്ല സന്തോഷിച്ചിട്ടുണ്ടാവുക, നിർവൃതി അടഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ആഗ്രഹിച്ചു പോയി ഒരു അധ്യാപകനെന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. നല്ല വിദ്യാർത്ഥികളാണ് നല്ല നേതാക്കളാകുന്നത്. നേതാക്കളിൽ നമ്മൾ എടുത്തു നോക്കൂ, അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു നോക്കിയാൽ, ഷാഫിയെ മാത്രമല്ല ഞാൻ പറയും, നല്ല നേതാക്കൾ എന്ന് പറയുന്നവർ അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആയിരിക്കും. ഇവിടെ ടെക്നോളജിയുടെ കാര്യമൊക്കെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു, റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഷാഫി പറഞ്ഞു. ശരിയാണ്, നമുക്ക് കാലം എത്ര മാറിയാലും അന്നും നല്ല വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിലും നല്ല വിദ്യാർത്ഥികളുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ടെക്നോളജി വിദ്യാർത്ഥി ലോകത്തെ മാറ്റിമറിക്കുന്നു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കാലത്തിന്റെ മാറ്റങ്ങൾ തീർച്ചയായും അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുക, അത് എല്ലാം പ്രയോജനമായിരിക്കും നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾക്ക് ദോഷവശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. നല്ല വശങ്ങൾ, ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആൾ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചല്ല. അപ്പോ അത് മനുഷ്യനാണ് അത് ഉപയോഗിക്കണോ ദുരുപയോഗപ്പെടുത്തണോ എന്ന് തീരുമാനിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ ഈ സമയത്ത് ആലോചിക്കുന്നത് എൻ്റെ അധ്യാപകരെ കുറിച്ചാണ്. ഒരു അധ്യാപക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അധ്യാപകർ, they made me what I am. ഷാഫി പറഞ്ഞതുപോലെ, ഷാഫി ഇത് തന്നെയാണ് പറഞ്ഞത്, I am talking to persons who made me what I am എന്ന് പറഞ്ഞതുപോലെ എന്നെ ഞാനാക്കിയ അധ്യാപകർ. അന്ന് എനിക്ക് സയൻസ് വിഷയങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ താല്പര്യം ജനിപ്പിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനഃപ്പാഠമാക്കിയത് അധ്യാപകർ നന്നായി ക്ലാസ് എടുത്തുകൊണ്ടാണ്, എൻ്റെ മിടുക്കല്ല. അതുകൊണ്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങൾ. കോമേഴ്സ് അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്നെ അറിയാവൂ, പക്ഷേ സയൻസ് ഒക്കെ ഞാൻ കാണാതെ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് എത്ര പേർക്ക് അറിയാം? Archimedes' principle states that when a body is fully or partly immersed in the water, it suffers an apparent loss of weight in the water, which is equal to the weight of the water displaced by the body. Archimedes' principle. Physics and കാണാതെ പഠിച്ചിട്ടുണ്ട്. What is coefficient of linear expansion? Coefficient of linear expansion is defined as the ratio of increase in length of a rod of 1 centimeter when heated through 1 degree centigrade. ഇതൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അധ്യാപകരുടെ മിടുക്കാണ്. ഈ സയൻസ് വിഷയങ്ങൾ കാണാതെ പഠിച്ചാണ് ഞാൻ പലപ്പോഴും നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ പഠിക്കണമെങ്കിൽ അതൊക്കെ വേണം. പക്ഷെ കുറ്റബോധത്തോടെ പറയട്ടെ, സിനിമയിൽ വന്നപ്പോൾ ഒരു അധ്യാപകന്റെ അന്തസ്സിന് യോജിച്ച വേഷങ്ങളല്ല ഞാൻ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിൽ മാതൃകയാകേണ്ട അധ്യാപകൻ വഴിവക്കിൽ നിന്ന് പെമ്പിള്ളരെ കമന്റ് അടിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പുക്കുട്ടന്റെ ഒക്കെ കാര്യം അറിയാമല്ലോ. അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ എന്റെ ഇംഗ്ലീഷ് അധ്യാപകർ എന്നെ പോയംസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. Home they brought a warrior dead, she no sooner uttered cry, all her maidens watching said, she must weep or she will die. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സ്ക്രീനിൽ വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതോ excuse me. അപ്പോ ഉച്ചാരണം അറിയാത്ത കൂട്ടത്തിൽ മുകേഷ്, സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് എപ്പോഴും ഏറ്റവും മണ്ടനായിട്ട് അവതരിപ്പിക്കുന്നത് എന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, M.Com റാങ്കോടുകൂടി പാസ്സായ ആളാണ് ഞാൻ. അപ്പൊ എന്നെ ഇത്രയും മണ്ടനാക്കുന്നതിൽ നിങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എല്ലാരും പറയും അത് ശരിയാ, നിങ്ങളാ ഏറ്റവും നല്ല മണ്ടൻ. പല ചാനൽസും രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ എനിക്ക് അവാർഡ് തന്നു, മികച്ച ഹാസ്യ നടൻ. ഹരികർണകർ 2 ഇറങ്ങിയപ്പോൾ എല്ലാ ചാനൽസും മികച്ച ഹാസ്യ നടനായി എന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിലൂടെ കേരളത്തിലെ ചാനലുകൾ ഒരു കാര്യം സ്ഥാപിക്കുകയായിരുന്നു, എന്ത്, കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടൻ ജഗദീഷാണ് എന്ന്. അതിനും കുറച്ചൊരു കൈയടിച്ചു. അപ്പോൾ ഈ വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഷാഫി പറയുന്നത്, ഞാൻ പറയുന്നത്, ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് എല്ലാം ഒന്നാണ്. നിങ്ങളുടെ മനസ്സിലുള്ളതും അതാണ്. ഗുരുത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഷാഫിയും ഞാനുമായി എത്രയോ വർഷത്തെ പരിചയമുണ്ട്. നമ്മൾ ഡെയിലി ഫോൺ ചെയ്യുക, മാസത്തിലൊരിക്കൽ ഫോൺ ചെയ്യുക, അങ്ങനെയൊന്നും ബന്ധമില്ല, ഒരു ആത്മബന്ധമുണ്ട്. ഷാഫിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷാഫി ഹാർഡ് വർക്കിംഗ് ആണ്, ഗുരുത്വമുള്ള ചെറുപ്പക്കാരനാണ്. ഷാഫിയെ നാട്ടുകാർ കാണുമ്പോൾ ഏത് പ്രദേശത്താണെങ്കിലും സ്വന്തം മകനായിട്ട് കണക്കാക്കുന്നു, സ്വന്തം സഹോദരനായി കണക്കാക്കുന്നു. ഞാൻ പാലക്കാട് പോയിട്ടുണ്ട് ഷാഫിക്ക് വേണ്ടി.
അവിടെ ചെല്ലുമ്പോൾ ഷാഫിക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ നമ്മുടെയൊക്കെ ജോലി വളരെ നിസ്സാരമാണ്. കാരണം ജാതി മത ഭേദമന്യേ അവിടെ എല്ലാവരും ഷാഫിയെ സ്വന്തം മകനായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അത് പാർലമെന്റിൽ മത്സരിച്ചപ്പോഴും അതാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയം പറയുകയല്ല ഞാൻ, വ്യക്തിപരമായി ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ നേതാവായി ജേതാവായി മാറിയ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പൊ അതേപോലുള്ള മാതൃകൾ, റോൾ മോഡൽസ് ആണ് നമുക്ക് വേണ്ടത്. ഏത് രംഗത്തായിരുന്നാലും, സിനിമാ രംഗത്തായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വാത്സല്യം എനിക്ക് തരുന്നുണ്ടെങ്കിൽ, ഞാൻ സിനിമാ രംഗത്ത് എൻ്റെ അഭിനയം ശേഷി കൊണ്ട് മാത്രമല്ല, പൊതുരംഗത്ത് ഞാൻ കാണിക്കുന്ന മര്യാദകൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെനിക്കറിയാം. സമൂഹത്തിൽ ഒരു നടൻ്റെ, ഒരു കലാകാരൻ്റെ ചെയ്തികളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധയോടെ ആയിരിക്കും നോക്കിക്കാണുക. അവിടെ അയാൾ പറയുന്ന ഓരോ വാക്കും, അയാൾ മതങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം വക്താവായി മാറുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ളത് ഭൂഷണമായുള്ള കാര്യമല്ല. എല്ലാ മതങ്ങളുടെയും വക്താവാണ്. മതനിരപേക്ഷത അല്ലെങ്കിൽ മതസൗഹാർദ്ദം, അതിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഒരു കലാകാരൻ കാഴ്ചവെക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ, പിന്നെ വേറൊരു കാര്യം, ഇത്രയും 60 വർഷത്തെ സുത്യർഹമായ പാരമ്പര്യമുള്ള മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഇത്രയധികം സ്ഥാപനങ്ങൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലാണ് പലപ്പോഴും നാടുകൾ അറിയപ്പെടുന്നത്. സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിദ്യാലയങ്ങൾ. ഒരു നാടിൻ്റെ മഹത്വം വിളിച്ചോതുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടെങ്കിൽ കേരളം മുഴുവൻ ആ സ്ഥലത്തെക്കുറിച്ച് അറിയും. അത്രയ്ക്ക് പ്രാധാന്യമാണ് വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകുന്നത്. വിശേഷിച്ച് മലയാളികൾ, കേരളീയർ വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇത്രയും സമ്പന്നമായ സദസ്സ്, ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആവേശത്തോടെ വരുമ്പോൾ അത് നിങ്ങളുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നവരോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് ഞാൻ കാണുന്നത്. പിന്നെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കില്ലേ? എനിക്ക് ദുഃഖങ്ങളുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഭാസ്കരൻ മാഷിന്റെ വരികളാണ്. അല്ലാഹു വെച്ചതാം അല്ലലൊന്നില്ലയിൽ അല്ലാഹുവിനെ തന്നെ മറക്കില്ലേ, എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ, നമ്മൾ സ്വർലോകത്തിനെ വെറുക്കില്ലേ. എല്ലാവർക്കും എല്ലാം തികഞ്ഞാൽ പിന്നെ സ്വർഗലോകത്തിന് എന്താണ് പ്രസക്തി എന്നാണ് ഭാസ്കരൻ മാഷ് ചോദിച്ചത്. അള്ളാഹു വെച്ചതാം അല്ലല്ലോ നിലയിൽ. ദുഃഖം എന്നൊരു കാര്യം അള്ളാഹു വെച്ചില്ലായിരുന്നെങ്കിൽ അള്ളാഹുവെ തന്നെ നമ്മൾ മറക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ നമ്മൾ മറന്നുപോകും. കാരണം ദുഃഖം വരുമ്പോൾ കൂടുതലും മനുഷ്യർ എല്ലാ സമയത്തും, സുഖത്തിൻ്റെ സമയത്തും ദുഃഖത്തിൻ്റെ സമയത്തും നമ്മൾ ഈശ്വരനെ സ്മരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ എന്നാൽ പോലും നമ്മൾ കൂടുതൽ സ്മരിക്കുന്നത് പടച്ചോനെ അള്ളാഹു എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു പോകുന്നത് നമ്മുടെ ദുഃഖത്തിൻ്റെ സമയത്താണ്. പക്ഷെ ആ ദുഃഖം എല്ലാവർക്കും ഉണ്ട് എന്ന ഒരു ശാശ്വതമായ സത്യമാണ് ഭാസ്കരൻ മാഷ വരികളിലൂടെ. എന്ന് പറഞ്ഞ പോലെ ഈ ആഘോഷത്തിൻ്റെ നിറവിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. അതൊക്കെ മറന്ന് ഇവിടെ ആഘോഷിക്കാൻ വരുമ്പോൾ അതൊരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആ വികാരം ഉൾക്കൊണ്ടാണ് നിങ്ങൾ വരുന്നത്. വ്യക്തിപരമായിട്ടുള്ള സുഖദുഃഖം നിങ്ങൾ നോക്കിയാൽ മലയാളി പലപ്പോഴും പലതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും. അത് നോക്കുന്നില്ല. അവനവൻ്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ മാറ്റിവെച്ചിട്ടാണ് പലപ്പോഴും ഇതേപോലുള്ള വലിയ സമ്പന്നമായ ചടങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയും. ഇത്രയും വളരെ അച്ചടക്കമുള്ള ഒരു സദസ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ആഘോഷവേളയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടാം. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം തിരുമധുരവുമായി ലയമാം മധുവുമായി നിറയെ പൂക്കുന്നിതാ ആസ്വാദന പൂച്ചെണ്ടുകൾ
ചെണ്ടുകൾ അവയുടെ അനുപമ നൈവേദ്യം നുകരു ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ഹൃദയം ധ്വനിഭരലസിതം ഹൃദയം ധ്വനിഭരം വഴിയും ഗാനാമൃതം പൊൻവീണ തൻ തേൻ ചുണ്ടിലും അടയുമൊരനിതര സായുജലഹരി ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. താങ്ക് യു. MESന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ. കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് എല്ലാം തന്നെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഡോക്ടർ ഫസൽ ഗഫൂറിന് അദ്ദേഹത്തിൻ്റെയും കൂടെ ഈ നേതൃത്വത്തിന് ഒരു പ്രത്യേക നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.